Hello everyone, welcome to Hasna's Henna Hut. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു പോട്ട് അതാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എഗ്ഷെല്ലും പിന്നെ നോർമൽ 7-അപ്പിൻ്റെ ബോട്ടിലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി പോട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഞാനിവിടെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നൈഫ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആ ബോട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സിസർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ് നമ്മുടെ എഗ്ഷെല്ല് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് എഗ്ഷെല്ല് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു പഴയ ഡ്രസ്സിൻ്റെ ഒരു ലേസ് പോലത്തെ സംഭവമാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ലേസാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ബോട്ടിൽ നമ്മൾ അണീവണായിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയറിലോട്ടേക്ക് കിടക്കാം. നമ്മുടെ എഗ്ഷെല്ല് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫെവിക്കോളൊന്ന് ആക്കി കൊടുക്കാം. അതിൻ്റെ മേലെയായിട്ട് നമുക്ക് എഗ്ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എഗ്ഷെല്ല് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. ഞാനിത് ഓവർനൈറ്റ് വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പെയിൻറ്റിംഗ് ആണ് ബാക്കിയുള്ളത്. ഞാനിവിടെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഫുള്ള് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഈ ലേസ് നമ്മുടെ ബോട്ടിലിൻ്റെ ആ വീതിയിൽ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ ലേസ് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫൈനൽ ടച്ചപ്പ് ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്, ഫാബ്രിക് പെയിൻറ്റ്. ഇവിടെ കയ്യിൽ കുറച്ചൊന്ന് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അത്രേ ആവശ്യമുള്ളൂ. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചട്ടി എന്നൊരു ഇതിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മണി പ്ലാന്റാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കാണ് മണി പ്ലാന്റ് വെക്കാൻ പോകുന്നത്. നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പിന്നെ എന്തെങ്കിലും അഡ്വൈസ് ആയാലും എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. And don't forget to subscribe. And thanks for watching my video. Thank you.